എന്റെ ന്യൂട്ടൺ കോളേജ്, എന്റെ തൊടുപുഴ 15 വർഷം എടുത്തില്ല എന്നെ ഒന്ന് ഇവിടെ വരെ കൊണ്ടുവരാണെങ്കിൽ. ഈ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആര് കാണുന്നതിനേക്കാളും മുന്നേ ഞാനാണ് ഈ കോളേജ് കാണാൻ തുടങ്ങിയത്. ഞാൻ പഠിച്ച സ്കൂൾ ഇതിന്റെ പുറകിലാണ്, വിമലാല്. ഈ കോളേജിന്റെ പുറകിൽ കൂടെയാണ് ഞാൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഈ കോളേജിൽ പഠിക്കാതിരിക്കാനാണ് എന്റെ വാപ്പ എറണാകുളത്തേക്ക് വിട്ടത്. എങ്ങനെയുണ്ട് കോളേജ് ലൈഫ്? സിനിമയിലെ തിരക്ക് കാണാൻ കോളേജിൽ പോകാൻ അവസരം കിട്ടാത്ത ഒരാളും കോളേജിൽ എന്ത് ഇവന്റ്സ് വന്നാലും അവിടെ നിന്ന് മുങ്ങുന്ന ഒരാളും ഈ സ്റ്റേജിലുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ കോളേജ് ലൈഫിന്റെ പവർ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? വെൽക്കം ടു ന്യൂമാൻ കോളേജ്, വെൽക്കം ടു തൊടുപുഴ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവരെല്ലാവരും സത്യം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. ഇത്രയും എനർജിയുള്ള, ഇത്രയും സ്റ്റൈലുള്ള സ്റ്റുഡൻസ് തൊടുപുഴയിലുണ്ടെന്ന് കേരളത്തിൽ ഇവിടുത്തെ ഡാൻസേഴ്സ് that was brilliant. ഓക്കെ, ഇനി ഭയങ്കര ഒഫീഷ്യലായിട്ടൊന്നും സംസാരിക്കാൻ എനിക്കും അറിയില്ല. കാര്യം ഞാൻ ആ മൂലയിൽ നിൽക്കുന്ന ചേട്ടന്മാരെ പോലെയാണ് എന്റെ കോളേജിൽ നിന്നോണ്ടിരുന്നത്. അതെ, നിങ്ങളെ പോലെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഏറ്റവും പുറകിൽ നിന്ന് കമന്റ് അടിക്കാൻ ഒരാളാണ്. ഈ ശബ്ദം ഉണ്ടാക്കാൻ വെയിറ്റ് ചെയ്യുന്ന ആളായിരുന്നു ഞാനും. അതുകൊണ്ട് അങ്ങനെ ഭയങ്കരമായി സംസാരിക്കാനൊന്നും അറിയില്ല. പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സമയത്തൂടെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ, ഗേൾ ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ, ബോയ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ, ബ്രേക്കപ്പ് ആവും, കുറെ നാളെ വിഷമിച്ചിരിക്കൂ, വീണ്ടും ഗേൾ ഫ്രണ്ട്സിനെ ബോയ് ഫ്രണ്ട്സിനെ ഉണ്ടാക്കൂ. പക്ഷെ കോഴ്സ് കഴിയുന്നതിന് മുന്നേ സപ്ലി എല്ലാം ക്ലിയർ ചെയ്തെടുക്കണം. കാര്യം നമ്മുടെ ടീച്ചേഴ്സ് എല്ലാം നമ്മള് ഉപദേശിക്കുന്നതും ചീത്ത പറയുന്നതും പേരൻസിനെ വിളിച്ചുകൊണ്ട് വരുന്ന പറയുന്നതും സസ്പെൻഷൻ തരുന്നതും ഒന്നും നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ടല്ല, നമ്മളെ രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് ആ സ്പിരിറ്റിൽ എടുക്കുക. ഈ ലൈഫ് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുക, ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കുക, ഒരുപാട് മെമ്മറീസ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പൊ ന്യൂമാൻ കോളേജ് നിങ്ങളുടെ ആർട്സ് ക്ലബ് ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ രേഖാചിത്രത്തിന്റെ ക്രൂവിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. പാട്ട് പാടാനുള്ള ആൾ ഇവിടെ ഉണ്ട്. ഇവരിൽ രണ്ടുപേരും ആരോ ഒരാൾ പാട്ട് പാടും. അപ്പൊ ഈ വർഷത്തെ കോളേജ് യൂണിയന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഗംഭീരമാവട്ടെ. ഇതുപോലെ എന്തും ആഘോഷങ്ങൾ നിറഞ്ഞൊരു കോളേജ് ഡേയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. ഇന്ന് ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് സ്റ്റേജിലേക്ക് നോക്കുന്ന നിങ്ങൾ നാളെ ഈ സ്റ്റേജിൽ ഇരുന്ന് ഈ ആൾക്കൂട്ടത്തിനെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകട്ടെ. നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും സിനിമയോട് താല്പര്യമുള്ള, ഡാൻസിനോട് താല്പര്യമുള്ള, പാട്ടിനോട് താല്പര്യമുള്ള, അഭിനയത്തിനോട് താല്പര്യമുള്ള നിങ്ങളെല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും അല്ല ലോകത്തുള്ളത്. കലാകാരന്മാർക്കുള്ള സ്പേസ് കൂടി എന്ന് മനസ്സിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളേജ് യൂണിയൻ ഇനോഗ്രേഷൻ ഉദ്ഘാടനം ചെയ്യുന്നതായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. വരും ദിവസങ്ങളിൽ രേഖാചിത്രം 9-ാം തീയതി റിലീസുണ്ട്. ഇവിടെ വന്നതിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടിയുണ്ട്. നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല. 9-ാം തീയതി ജോഫിൻ പ്രീസ്റ്റ് എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജോഫിൻ സംവിധാനം ചെയ്യുന്ന രേഖാചിത്രം റിലീസിന് എത്തുന്നുണ്ട്. മലയാളത്തിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു പുതിയ ത്രില്ലറാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ സ്റ്റാർ ഈ സിനിമയിൽ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് തിയേറ്ററിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയസ് ഉപയോഗിക്കുന്ന ആളുകളാണ്. സോഷ്യൽ മീഡിയയിലൂടെ രേഖാചിത്രത്തിനെ പറ്റി ഈ ലോകത്തോട് സ്പ്രെഡ് ചെയ്യൂ പ്ലീസ്. ഞാൻ വന്നതിന് എന്താ പറയുക, പകരമായി ആ ഒരു ഉപകാരം നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. സോ ജനുവരി 9-ാം തീയതി രേഖാചിത്രം തിയേറ്ററിൽ എത്തുന്നു. നമ്മുടെ ഇവിടെ ആശീർവാദിലും ഉണ്ടാവും.
അപ്പൊ പോയി കാണുക. അന്ന് ക്ലാസ് ബങ്ക് ചെയ്താൽ കുഴപ്പമില്ല എന്ന് പ്രിൻസിപ്പൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ശരിക്കും ഞാൻ ഒരു ആഗ്രഹമുണ്ട്, പ്രിൻസിപ്പൽ ഒരു വലിയ കയ്യടി കൊടുക്കണോ. ഞാൻ ഒരുപാട് കോളേജസിലും ഒരുപാട് സ്കൂളുകളിലും ഒക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇത്രയും യങ് ആൻഡ് എനർജറ്റിക് ആയിട്ടുള്ള അത് മങ്ങാട്ടുകാരനാണ്, തൊട്ടപ്പുറത്തുണ്ടായിരുന്നതാണ്. ആദ്യമായിട്ട് കോളേജിന്റെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരുന്നത് എന്തിനായിരിക്കും എന്ന് എനിക്കും അറിയാം. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് നിങ്ങളെല്ലാം കാണാൻ പറ്റിയതിൽ ഇങ്ങനെ സന്തോഷത്തോടു കൂടി, ഒട്ടും ഫോർമൽ അല്ലാതെ ഒട്ടും ഒഫീഷ്യൽ അല്ലാതെ ഇത്ര കാഷ്വലായിട്ട് സംസാരിക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ